നോക്കണ്ട, ഇതത് തന്നെ നിങ്ങൾ വിചാരിച്ച സംഭവം തന്നെ. നമുക്കെല്ലാവർക്കും ഇഷ്ടമല്ല. ഇത് കഴിക്കാൻ വേണ്ടിയില്ലേ നമ്മൾ കടയിൽ പോയി ക്യൂ നിന്ന് എത്രയോ പൈസ മുടക്കി നമ്മളിത് വാങ്ങിക്കഴിക്കുന്നു അല്ലേ? എന്നാൽ ഇതൊക്കെ ട്വിസ്റ്റ് ഇருக்கு. ട്വിസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സംഭവത്തിൻ്റെ പേര് നിങ്ങൾക്ക് വഴിയെ തന്നെ മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആയിരിക്കണം കേട്ടോ. നല്ല പാനിലിട്ട് എണ്ണ ഒഴിച്ച് നല്ല രീതിക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഓവറായിട്ട് നമുക്ക് മൂത്ത് പോകാനുള്ള ഇട വരുത്തരുത്. ഈ ഒരു പരിഭവം നമുക്ക് അടയ്ക്കാം. കുറച്ച് പൊട്ടറ്റോ ഉണ്ടെങ്കിൽ അതും കൂടെ ഫ്രഞ്ച് ഫ്രൈസ് ആക്കിക്കോളൂ. പിന്നെ പുറത്തുനിന്ന് മയണൈസ് വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത് റെസിപ്പി വേണമെന്നുള്ളവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ, ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുഴച്ച് പരത്തി ഉരുട്ടി എടുക്കാനൊന്നും നമ്മുടെ സമയമില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് റെഡിമെയ്ഡായിട്ട് കുറച്ച് കുബൂസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഇത്രയും സാമഗ്രികൾ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. ടേക്ക് എ പീസ് ഓഫ് ബട്ടർ പേപ്പർ ആൻഡ് പുട്ട് എ കുബൂസ് ആൻഡ് സ്പ്രെഡ് സം മയോണൈസ്. അല്ലെ ഇംഗ്ലീഷ് വേണ്ട അല്ലേ? കുബൂസ് എടുക്കുക, നമ്മൾ കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്യുക, നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുക, ക്യാരറ്റും ക്യാബേജും കൂടി ജസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനും മുകളിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മയോണൈസും സോസൊക്കെ ഇടാം. ഇവിടെ കുറച്ച് മയോണൈസും കൂടെ വെച്ച് നന്നായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇത് ഉരുട്ടിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഇടങ്ങേറ് പിടിച്ച പരിപാടിയാണ്. എന്നാൽ ഇതിനേക്കാളും വലിയ മുതലുകളെ എടുത്ത് ചവിട്ടി താഴ്ത്തിയിട്ടിരിക്കുന്ന എൻ്റെ ഉമ്മച്ചിയോടാണോ നിങ്ങളുടെയൊക്കെ കളി? ഉമ്മച്ചി നിഷ്പ്രയാസമത്തിന് അങ്ങ് ഉരുട്ടി പരത്തി അങ്ങ് എടുത്തിട്ടുണ്ട്. അല്ലേ, പരത്തിയില്ല, നമ്മൾ ഉരുട്ടി ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം പിടികിട്ടി കാണുമല്ലോ. ഇതുപോലെ തന്നെ നിങ്ങൾ അങ്ങ് കണ്ടിന്യൂ ചെയ്താൽ മതി. നമ്മളിരിക്കുന്ന ഓരോന്നും ഇങ്ങനെ അങ്ങ് വയ്ക്കുക. സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേടോ? നമ്മൾ കടയിൽ നിന്ന് നമ്മൾ ഇത്രയും പൈസ മുടക്കി വാങ്ങിക്കുന്ന നമ്മുടെ അടിപൊളി ചിക്കൻ ഷവർമയാണ് നമ്മൾ വീട്ടിൽ ഇത്ര നേരം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യണം. എനിക്ക് തോന്നി കടയിൽ നിന്ന് കഴിച്ച അതേ ഷവർമയുടെ ടേസ്റ്റ് തന്നെയാണ് തോന്നുന്നത്. സാധാരണ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തോന്നില്ല എന്ന്. എന്തോ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. എന്തപ്പത് കടയിലുള്ളവർക്ക് മാത്രമേ ലൈം അടിക്കാവൂ? അതൊരു ഫീൽ കിട്ടാൻ നമ്മൾ ലൈമും അടിച്ച് ആ ഒരു ഷവർമയും കൂടെ കൂട്ടി കഴിച്ചു. അങ്ങനത്തെ ഫീലിംഗ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ആണേ.